സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാത പരാമർശം രാജ്യസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ്. CPI MP P സന്തോഷ് കുമാറാണ് പരാമർശം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകിയത്. പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് തുടങ്ങും. പ്രതിപക്ഷത്ത് നിന്ന് രാഹുൽ ഗാന്ധിയും ചർച്ചയിൽ പങ്കെടുക്കും. വഖഫ് ഭേദഗതി ബിൽ പരിഗണിക്കുന്ന JPC റിപ്പോർട്ട് ഇന്ന് ലോക്സഭയിൽ വെക്കില്ല. PR അരവിന്ദ് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, എന്താണ് ഈ നോട്ടീസിലെ ആവശ്യം? ഒപ്പം ഇന്ന് സഭയിൽ വരാനിരിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണ്? നിശ്ചിത സുരേഷ് ഗോപിക്കെതിരെ പ്രതിഷേധം പാർലമെന്റിലും ശക്തമാക്കുവാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി ഇന്നലെ നടത്തിയ പരാമർശത്തിൽ ഒരു നോട്ടീസ് നൽകിയിരിക്കുകയാണ് രാജ്യസഭയിൽ. CPI MP ആയ P സന്തോഷ് കുമാറാണ് ഇപ്പോൾ ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. രാജ്യസഭാ നടപടികൾ ചട്ടം 267 പ്രകാരം നിർത്തിവെച്ച് സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശം ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും ഈ നോട്ടീസിൽ കാണിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ പരാമർശം ഭരണഘടനാ വിരുദ്ധമെന്നാണ്. നമുക്കറിയാം, ഇന്നലെയായിരുന്നു സുരേഷ് ഗോപി ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്. പ്രസ്താവനയിൽ സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചത് ഗോത്ര വിഭാഗ വകുപ്പിന്റെ ചുമതലയിലേക്ക് ഒരു ഉന്നത കുലജാതൻ വരണമെന്നാണ്. ആ ഉന്നത കുലജാതൻ എത്തിയാൽ മാത്രമായിരിക്കും ഗോത്ര വിഭാഗത്തിന് ഒരു ഉന്നമനം ഉണ്ടാകൂ എന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന. ഇതിന് പിന്നാലെ വൈകുന്നേരം സുരേഷ് ഗോപി ഈ പ്രസ്താവന പിൻവലിക്കുമെന്നൊക്കെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ വിഷയത്തിൽ കൃത്യമായ ഒരു മാപ്പ് പറയാൻ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾക്ക് മേൽ പഴിചാരിക്കൊണ്ട് ഒരു തലയൂരാൻ മാത്രമാണ് സുരേഷ് ഗോപി ശ്രമിച്ചത്. സുരേഷ് ഗോപി ഇന്നലെ വ്യക്തമാക്കിയത് തന്റെ പ്രസ്താവന ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ തന്റെ വിശദീകരണം ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്റെ പ്രസ്താവന പിൻവലിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം കടുക്കുന്നത്. രാജ്യസഭയിൽ ഈ വിഷയം കൃത്യമായി ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചട്ടം 267 പ്രകാരമാണ് ഇപ്പോൾ P സന്തോഷ് കുമാർ MP നോട്ടീസ് നൽകിയിരിക്കുന്നത്. നിശാന്ത്.